PYQ സീരീസിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിലെ ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, വൺ ഓഫ് ഹിസ് ടു സൺസ് രഘു ഈസ് ദ ഡാഷ്. വൺ ഓഫ് ടു സൺസ് രഘു ഈസ് ദ ഡാഷ്. അപ്പോൾ നമുക്കറിയാം, ദാ കഴിഞ്ഞിട്ട് ഡാഷ് വന്നു നമ്മൾ പൊതുവെ ഏത് ഉത്തരം എഴുതും? സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതാറുണ്ട്. ESTയിൽ അവസാനിക്കുന്നതോ മോസ്റ്റ് തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്ക് ഉത്തരമായിട്ട് എഴുതാറുണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത, കമ്പാരറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ പൊതുവെ ദാ ചേർക്കുന്ന രണ്ടവസരങ്ങളുണ്ട്. അതിലൊന്ന്, തന്നിരിക്കുന്ന സെൻറ്റൻസ് ദാ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രിയിലാണ് തുടങ്ങുന്നതെങ്കിൽ മറുഭാഗത്തും ദാ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതാം. തന്നിരിക്കുന്ന സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് ദാ പ്ലസ് കമ്പാരറ്റീവ് ആണെങ്കിൽ മറുഭാഗത്തും ദാ പ്ലസ് കമ്പാരറ്റീവ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പം, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓഫ് ദ ടു എന്നോ ഓഫ് ടു എന്നോ വാക്കുണ്ടാന്ന് നോക്കുക. ഓഫ് ദ ടു അല്ലെങ്കിൽ ഓഫ് ടു എന്ന വാക്കുണ്ടെങ്കിൽ ദാ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതാം. ഇവിടെ നോക്ക്, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓഫ് ടു സൺസ് എന്ന പ്രയോഗം വന്നിരിക്കുന്നില്ലേ? ഓഫ് ടു വന്നുകൊണ്ട് ദാ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് വരാം. അതുകൊണ്ട് ഉത്തരം ടാളറാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ടാളർ ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഡാഷ് നോവൽ ദാറ്റ് യു ഗേവ് മീ ഈസ് വെരി ഇൻറ്ററസ്റ്റിംഗ്. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ദാ എന്ന ആർട്ടിക്കിള് നമുക്ക് ഉപയോഗിക്കാം. ഒരു കാര്യം എടുത്തു പറയാൻ ദാ എന്ന ആർട്ടിക്കിള് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ ദ നോവൽ ദാറ്റ് യു, ദ എന്ന ഉത്തരം വരുന്നു. അടുത്ത ചോദ്യം, ഡാഷ് ഹി ബോറോ ദ മണി യെസ്റ്റർഡേ. ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം, ക്വസ്റ്റ്യൻ മാർക്ക് വന്നുകൊണ്ട് ചോദ്യമാണ്. ഓക്സിലറി തുടങ്ങുന്ന രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഡ് ഓക്സിലറി ഉണ്ട്, ഡസ് ഉണ്ട്, ക്യാൻ ഉണ്ട്. ദാ എന്നത് ആ ഓക്സിലറി അല്ല, അതുകൊണ്ട് ദാ വരില്ല. ഇനി ഡിഡ് വരാം, ഡസ് വരാം, ക്യാൻ വരാം. ഇതിലേതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? യെസ്റ്റർഡേ എന്ന വാക്ക് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ഒരേ ഒരു ഓക്സിലറി ഉള്ളൂ, ഡിഡ് എന്നത് ഉത്തരമായിട്ട് വരുന്നു. ഡിഡ് നമുക്ക് അവിടെ ഉത്തരമായിട്ട് എഴുതാം. അടുത്ത നാലാമത്തെ ചോദ്യം, ഐ ആം നോട്ട് ലേറ്റ്. ടാഗുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഡാഷ് ഐ എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം, ക്വസ്റ്റ്യൻ ടാഗുകൾ എഴുതുമ്പോഴത്തേക്കും തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗും. ഇവിടെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഓക്സിലറി വെർബും സബ്ജക്റ്റ് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതി. ഓക്സിലറി ആമാണ്, ഐ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ആം ഐ ഉത്തരമായിട്ട് വരുന്നു. ആം ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, ഹാവ് യു ഡാഷ് മണി ഓൺ യു. അപ്പോൾ നമുക്കത് സിമ്പിൾ ചോദ്യമായിരുന്നു. എനി മണി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. എനി എന്നത് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ സ്കൂള് ദ ബെല്ല് ഡാഷ്. നമുക്കറിയാം, സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ മറുഭാഗത്ത് ഏതൊക്കെ വരാം? ഒന്നെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് ING വരാം, അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 വരാം. നമുക്കിവിടെ വാസ് ഓർ വെയർ പ്ലസ് ING ഓപ്ഷനിലില്ല, ഹാഡ് പ്ലസ് V3 ഓപ്ഷനിലുണ്ട്. അതുകൊണ്ട് ഹാഡ് റങ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഹാഡ് റങ് ഉത്തരമായിട്ട് വരുന്നു. സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് മറുഭാഗത്ത് വാസ് ഓർ വെയർ പ്ലസ് ING വരാം, ഹാഡ് പ്ലസ് V3 വരാം. ഹാഡ് പ്ലസ് V3 വരണമെങ്കിൽ ആക്ഷൻ ബേസിൽ പറയണം. ഫസ്റ്റ് ആക്ഷൻ ഹാഡ് പ്ലസ് V3, സെക്കൻഡ് ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അടുത്തത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യവുമാണ്. ഇഫ് ഇറ്റ് റെയിൻസ് വി ഡാഷ് ദ ഗെയിം. നമുക്ക് സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ, പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരും. റെയിൻസ് എന്നത് പ്രസൻറ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ഉത്തരം ഷാൾ പോസ്റ്റ് പോൺ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, ഷീ ഹാഡ് എ പാഷൻ ഡാഷ് ഡാൻസ്. നമുക്കറിയാം, പാഷൻ എന്ന വാക്ക് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വസ്തുക്കളെ കുറിക്കുന്ന കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ അതിനോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ്. പാഷൻ ഫോർ പ്ലസ് സംതിങ് ആണ്. അപ്പം പാഷൻ ഫോർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മൈ മദർ ആസ്ക്ഡ് മീ ഡാഷ് ഐ ഹാഡ് നോട്ട് ഫിനിഷ്ഡ് ദ വർക്ക്. റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം, സിമ്പിൾ ചോദ്യമാണ്. എന്തുകൊണ്ട് എന്ന അർത്ഥത്തിൽ വൈ എന്നത് ഉത്തരമായിട്ട് വരുന്നു.
അവിടെ വൈ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിന് വൺ വേഡ് എഴുതാനാണ്. ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് മണി വേസ്റ്റ്ഫുള്ളി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ശീലം, പൈസ ഇങ്ങനെ ദൂർത്തടിച്ച് കളയുന്നതിന് പറയുന്ന പേരെന്താണ്? നമ്മൾ ധാരാളിത്വം എന്നൊക്കെ പറയില്ലേ? എക്സ്ട്രാ വാഗൻസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദ അംബ്രല്ല ഈസ് ഡാഷ്. അപ്പോൾ തുടർന്ന് വരുന്നത് ഒരു പൊസസീവ് പ്രൊനോണാണ്. അപ്പോൾ പ്രൊനോണിൻ്റെ പൊസസീവ് രൂപമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ പൊസസീവ് പ്രൊനോണായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹെർസ്, ഇറ്റ്സ്, ദയേഴ്സ്. ഏതൊക്കെയാണ് പൊസസീവ് പ്രൊനോണായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ? മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹെർസ്, ഇറ്റ്സ്, ദയേഴ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും യുവേഴ്സ് മാത്രമാണ് ഓപ്ഷനിലുള്ളത്. അതുകൊണ്ട് യുവേഴ്സ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, ബോറോ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഏതെന്നാണ്. നമുക്കറിയാം ബോറോ മണി ബോറോവേഴ്സ്, മണി ലെൻഡേഴ്സ്. ലെൻഡാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, മീനിങ് എന്ത് ചെയ്യുന്നൂടെ? താഴെ തന്നിരിക്കുന്ന വാക്കിൻ്റെ സെയിം മീനിങ് എന്ത് ചെയ്യുന്നുണ്ട്? വിച്ച് ഹാസ് സെയിം മീനിങ് ഓഫ് പ്രോമിനൻസ്. പ്രോമിനൻസിൻ്റെ സെയിം മീനിങ് ഏതെന്നാണ്? പ്രോമിനൻസ് മീൻസ് ഇമ്പോർട്ടൻ്റ് എന്നാണ്. ഇമ്പോർട്ടൻസ് ഉത്തരമായിട്ട് വരുന്നു. അടുത്തത്, ഡാഷ് ക്രിക്കറ്റ് ഈസ് മൈ ഫേവറേറ്റ് പാസ് ടൈം. നമുക്കറിയാം സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഒരു ഡാഷൊക്കെ തന്നിട്ടാണ് വരുന്നതെങ്കിൽ ജെറണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. INGയിൽ തുടങ്ങുന്ന നൗൺ രൂപങ്ങൾക്ക് പറയുന്ന പേര് ജെറണ്ട്. അതുകൊണ്ട് പ്ലേയിങ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. പ്ലേയിങ് ക്രിക്കറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്തത്, കറക്റ്റ് സ്പെല്ലിങ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പെല്ലിങ് കറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂമോണിയയുടെ എന്ത് ചെയ്യുന്നു സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. PNEUMONIA ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, ദേ നെഗ്ലക്റ്റഡ് ദ ടീച്ചേഴ്സ് ഡാഷ്. അപ്പോൾ ഉപദേശം എന്നത് നൗൺ ഫോം. ഉപദേശം നോക്കുക, ഉപദേശം എന്നതിൻ്റെ നൗൺ ഫോമാണ്. അഡ്വൈസിൻ്റെ നൗൺ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുന്നു? ഉപദേശിക്കുക എന്നർത്ഥത്തിൽ നൗൺ ഫോം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയോ, CE അഡ്വൈസ് എന്ന് പറയുന്നത് ഉപദേശം എന്നതിൻ്റെ നൗൺ ഫോമാണ്. CE അഡ്വൈസ് ഉപദേശം. SE അഡ്വൈസ് ഉപദേശിക്കുക എന്നർത്ഥത്തിലാണ് പറയുന്നത്. SE അഡ്വൈസ് ഉപദേശിക്കുക, CE അഡ്വൈസ് ഉപദേശം എന്നർത്ഥത്തിൽ പറയുന്നു. എസ് സ്റ്റുഡൻസിന് നൽകുന്നു എന്ന് ഓർത്താൽ മതി. SE അഡ്വൈസ് ഉപദേശം എന്ന അർത്ഥത്തിൽ വരുന്നു. വെർബാണത്. അപ്പോൾ നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ക്രിറ്റിസിസം ഓഫ് ദി അതേഴ്സ് റിലീജിയൻസ് ഡാഷ് ഹേറ്റഡ് ആൻഡ് വയലൻസ് എമംഗ് ഇന്ത്യൻസ്. ഇഡിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. കറക്റ്റായിട്ടുള്ള യൂസേജ് താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ്? ഫാൻ ദ ഫ്ലെയിം ഓഫ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഫാൻ ദ ഫ്ലെയിം ഓഫ് മീൻസ്, ഫാൻ ദ ഫ്ലെയിം ഓഫ് സന്ദർഭങ്ങൾ വഷളാക്കുക, സാഹചര്യം കൂടുതൽ വഷളാക്കുക, മോശമാക്കുക എന്നാണ്. ഫാൻ ദ ഫ്ലെയിം എന്നാണ്. ഫാൻ ദ ഫ്ലെയിം അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്തത്, ഡ്യൂക്കിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഫീമെയിൽ രൂപം ഏതെന്നാണ്? ഡ്യൂക്ക് ഡച്ചസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡച്ചസ് നമ്മൾ എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഡ്യൂക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡച്ചസ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, ഐ കനോട്ട് ഡാഷ് വാട്ട് ഹീസ് സേയിങ്. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന അർത്ഥത്തിൽ ഏതാണ് വരുന്നതെന്നാണ്? ഫ്രൈസൽ വെർബാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ഉത്തരം മേക്ക് ഔട്ടാണ് ഉത്തരമായിട്ട് വരുന്നത്. സി, ഓപ്ഷൻ സി. മേക്ക് ഔട്ട് മീൻസ് ടു അണ്ടർസ്റ്റാൻഡ് എന്നർത്ഥത്തിൽ പറയുന്നു. അടുത്ത, എയ്തർ ദ സ്റ്റുഡൻസ് ഓർ ദെയർ ടീച്ചർ ഡാഷ് കം. അപ്പോൾ എയ്തർ ഓർ വരുന്ന സെൻറ്റൻസ് ആണ്. എയ്തർ ഓർ വെച്ച് രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്താൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതണം. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഉത്തരം സിംഗുലാർ. രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ തുടർന്ന് വരുന്ന ഉത്തരം പ്ലൂറൽ ആയിരിക്കും. നോക്ക്, അവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ കഴിഞ്ഞിട്ട് ING വരണം. കമ്മാണ് നമുക്ക് അവിടെ കിടക്കുന്നത്. കം എന്ന് പറയുന്നത് V3 രൂപമാണ്. കം, കെയിം, കം. അതുകൊണ്ട് നമുക്ക് ഹാസ്, ഹാവിൽ ഏത് വരും എന്ന് ചോദിച്ചാൽ ഹാസ് ഉത്തരമായിട്ട് വരുന്നു. എയ്തർ ഓർ വെച്ച് കണക്ട് ചെയ്താൽ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതുക.